എഴുതിയാൽ ശ്രദ്ധ പകുതി അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് വേണ്ടത് നിങ്ങളുടെ ചെവിയാണ്. പിന്നെ ഇന്നിപ്പോൾ നിങ്ങളുടെ ചെവിയെല്ലാം വളരെ ക്ലിയർ ആയിരിക്കാൻ വേണ്ടി ഒരു മാർഗം നമ്മുടെ സെക്രട്ടറി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ശബ്ദമൊന്നും കേൾക്കണില്ലല്ലോ? അതെ അതെ. അതുകൊണ്ട് സെക്രട്ടറിയുടെ കൈകൾക്ക് ശക്തി പകരുക. മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് സാമാന്യമായിട്ട് പറയുമ്പോൾ നല്ലൊരു വാക്കുണ്ട്, ആശയവിനിമയം എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നമുക്കൊരു പിടി കിട്ടൂല. അതിനേക്കാൾ നല്ലൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, കമ്മ്യൂണിക്കേഷൻ. എല്ലാ തരത്തിലുമുള്ള കൈമാറ്റങ്ങളാണ്. അതാണ് കമ്മ്യൂണിക്കേഷൻ. സഹോദരങ്ങൾ, ധൈര്യം, എന്താണ് പരാക്രമം, അഡ്വഞ്ചർ, ഇതെല്ലാം 3 കൊണ്ടാണ് ചിന്തിക്കുക. 4 കൊണ്ട് സുഖം, ഹാപ്പിനെസ്, വാഹനം, മാതാവ്, ഇതെല്ലാം ഭൂസ്വത്ത്, ഇരിപ്പിടം, ഇതെല്ലാം 4 കൊണ്ട്. 5 കൊണ്ട് ബുദ്ധി, സന്താനങ്ങൾ, ഭാവന, മനസ്സ്, ഉദരം, ഇതെല്ലാം 5 കൊണ്ട് ചിന്തിക്കും. അത് മാതിരി ഓരോ അവയവങ്ങളും ഉണ്ട് കേട്ടോ. ലഗ്നം കൊണ്ട് ശിരസാണ് ചിന്തിക്കുക. 2 കൊണ്ട് കണ്ണ് ചിന്തിക്കും. 3 കൊണ്ട് ചെവി, ഇതൊക്കെ വലത്തെ ചെവിയും വലത്തെ കണ്ണുമാണ്. മറ്റത് ഇപ്പുറത്തോട്ട് വരും. ഇടത്തെ കണ്ണ് ഇടത്തെ ചെവി തിരിച്ച്. -2, ഇത് +2, -3 +3, ഇങ്ങനെ. 4 കൊണ്ട് അമ്മയും ചിന്തിക്കുന്നത് കൊണ്ടാണ്. വാഹനം പോലെ തന്നെ മാതാവും ഒരു വാഹനമാണ്, വഹിക്കുന്നു. അത് തന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള സംരക്ഷണങ്ങൾ, അതും 5. 6 കൊണ്ട് ശത്രുക്കൾ, രോഗങ്ങൾ, വിഘ്നങ്ങൾ, ഇതെല്ലാം 6 കൊണ്ട് ചിന്തിക്കും. 7 കൊണ്ട് ചിന്തിക്കുന്നത് യാത്ര, പാർട്ട്ണർ, ബിസിനസ് പാർട്ട്ണർ ആവാം, കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാവാം, അതുമെല്ലാം ഈ കൂട്ടത്തിൽപ്പെടുന്ന സഹകരിക്കുന്നവർ എല്ലാം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അതും ആവാം. അതെല്ലാം 7 കൊണ്ടാണ് ചിന്തിക്കുന്നത്. 8 കൊണ്ട് മരണം, ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യം, കഷ്ടപ്പാട്, ഇതെല്ലാം 8 കൊണ്ട് ചിന്തിക്കും. ആയുസ്, അതും മരണം ചിന്തിക്കേണ്ടതാണല്ലോ ആയുസ് ചിന്തിക്കുന്നത്. 9 കൊണ്ട് ചിന്തിക്കുന്നത് അച്ഛൻ, ഗുരുക്കന്മാര്, ധർമ്മം, ധർമ്മസ്ഥാനം എന്ന് തന്നെ പറയും, ഭാഗ്യം, എല്ലാം. 10 കൊണ്ട് കർമ്മം, എല്ലാ തരത്തിലുമുള്ള കർമ്മങ്ങൾ, യശസ്, തൊഴില്, ജീവനമാർഗം, അതെല്ലാം 10 കൊണ്ട്. 11 കൊണ്ട് ലൗകികമായ വരവുകൾ എല്ലാം ലഭിക്കുക, നേട്ടങ്ങൾ, എല്ലാം 11 കൊണ്ട്. 12 കൊണ്ട് കിട്ടിയതൊക്കെ കളയണ്ടേ, അത് തന്നെ എക്സ്പെൻസ്. ഇത് ഹൗസ് ഓഫ് ഇൻകം, ഹൗസ് ഓഫ് എക്സ്പെൻസ് ആണ്. ദുരിതം, അധപ്പതനം, എല്ലാം 12 കൊണ്ട്. ഇങ്ങനെ ഇനിയുണ്ട് കേട്ടോ കാര്യങ്ങൾ. ഇതെല്ലാം ഇങ്ങനെ ഓരോ ഭാവങ്ങളും കുറെ കാര്യങ്ങൾ, കുറെ ടൈപ്പ് കാര്യങ്ങളെ ചിന്തിക്കുന്നു. അങ്ങനെ ലോകത്തിലുള്ള നമ്മുടെ എല്ലാ അനുഭവങ്ങളും ഈ 12 ഭാവങ്ങളിൽ ഉണ്ട്. അതാണ് അതിനെ ഭാവം എന്ന് പറയുന്നത്. ഭവിക്കാനുള്ള കാര്യങ്ങൾ അറിയണം, നമ്മുടെ അനുഭവങ്ങൾ ഇതിൽ നിന്ന് വേണം അറിയാൻ. അതുകൊണ്ടാണ് അതിനെ ഭാവം എന്ന് പറയുന്നത്. ഇതേപോലെ ഗ്രഹങ്ങൾക്കും കാരകത്വങ്ങളുണ്ട്. ഓരോ ഗ്രഹവും ഇന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന്. അതിൽ നമ്മൾ അല്പം പറഞ്ഞു പോയി. ഇതിന് ഒരു അടിസ്ഥാന സിദ്ധാന്തവും പറഞ്ഞു. കാരകത്വങ്ങൾ എങ്ങനെയാണ് ഈ ഓരോ ഗ്രഹത്തിനും കാരകത്വങ്ങൾ കൊടുത്തതെന്നുള്ളത്. അതിൽ ഒരെണ്ണം പഞ്ചഭൂതങ്ങളുടെ ബന്ധമാണ്. സൂര്യൻ ആത്മാവിന്റെ കാരകനാണ്, ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്. ഇത് രണ്ടും ഭൗതികങ്ങളല്ല, സങ്കല്പങ്ങളാണ്. ആത്മാവ് കാണിച്ചു തരാൻ പറ്റുമോ? അതൊരു സങ്കല്പമാണ്. അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നാ പറയുന്നത്. എന്താണെന്ന് അറിയില്ല. അതുപോലെ മനസ്സ് എന്താണെന്നറിയോ? അറിയില്ല. ചിലർക്കെടുത്ത് കാണിച്ചു തരാം. ഹനുമാൻ ഇങ്ങനെയല്ലേ ഇരിക്കണേ? നമുക്ക് കാണിക്കാൻ പറ്റില്ല, ഭൗതികമല്ല അത്. അതും ഒരു സങ്കല്പമാണ്, അങ്ങനെ ഒരെണ്ണം ഉണ്ടെന്നുള്ളത്. അങ്ങനെയുള്ള 2 എണ്ണമാണ് ഗ്രഹങ്ങളല്ലാത്ത 2 ഗ്രഹങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്.
സൂര്യൻ ഒരു നക്ഷത്രമാണ് വാസ്തവത്തിൽ, ചന്ദ്രൻ ഒരു ഉപഗ്രഹമാണ്, ബാക്കിയെല്ലാം പ്ലാനറ്റ്സ് ആണ് ശരിക്കും. അത് ചൊവ്വ മുതൽ ക്രമത്തിന് അഗ്നി, ബുധൻ പൃഥ്വിഭൂതം, വ്യാഴം ആകാശം, ശുക്രൻ ജലം, ശനി വായു. ഇത് പഞ്ചഭൂതങ്ങളുടെ പേരുകളാണ്. ഈ പേരുകൾ അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല ഒരു ആ സിദ്ധാന്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗുണങ്ങളിൽ നിന്നാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോ സാധനത്തിനെ പറ്റിയും ബോധവാന്മാരാകുന്നത്. ഇതൊരു സാധനം കാണുന്നു, അടുത്ത് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് കിട്ടും, നക്കി നോക്കിയാൽ അതിൻ്റെ രുചി കിട്ടും. ഇതുപോലെ ഇതിനെപ്പറ്റി വിവരിക്കുമ്പോൾ, ഇതിനെപ്പറ്റി ബോധമുണ്ടാകുമ്പോൾ അത് കണ്ടാൽ എങ്ങനെ ഇരിക്കും? അപ്പിയറൻസ്, രൂപം എന്നാണ് ഇതിലെ സംസ്കൃതത്തിലെ പേര്, രൂപം. അത് അഗ്നിഭൂതം എന്ന് പറയുന്ന അതിൻ്റെ ഇതാണ്. കണ്ടാൽ എന്തായിരിക്കും നമ്മുടെ ഇംപ്രഷൻ ഉണ്ടാവുക? അപ്പോൾ ഇങ്ങനെ 5 തര സ്പർശനം കൊണ്ട് ഉണ്ടാകുന്ന ബോധം, രുചി കൊണ്ടുണ്ടാകുന്ന ബോധം, ആകാശം അവിടെ ഇരിക്കട്ടെ, ശബ്ദം കൊണ്ടുണ്ടാകുന്നതാണ് ആകാശം ഭൂതം. പൃഥ്വി എന്ന് വെച്ചാൽ സ്മെല്ല് കൊണ്ട് ഉണ്ടാകുന്നതാണ് പൃഥ്വിഭൂതം. അഗ്നി അപ്പിയറൻസ് കൊണ്ടുണ്ടാകുന്നതാണ് ഈ അഗ്നിഭൂതം. ഇങ്ങനെയുള്ള ഗുണങ്ങൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് നമുക്ക് ഒരു വസ്തുവിനെ പറ്റിയുള്ള അറിവ് ഉണ്ടാവുന്നത്. അതിൻ്റെ അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള 5 ഭൂതങ്ങൾ. ഇതിൽ ഏറ്റവും എന്താണ് സൂക്ഷ്മം ആയിട്ടുള്ള ഇത് ആകാശമാണ്. അങ്ങനെ ക്രമേണ ഉയർന്നു വരും ആകാശം, അതിനേക്കാൾ കൂടുതൽ വായു, അത് അഗ്നി, ജലം, പൃഥ്വി. ഇതാണ് ക്രമം. കോംപ്ലക്സിറ്റി കൂടി വരികയാണ്. അങ്ങനെ ആകാശത്തിന് ഒരേ ഒരു ഗുണമേ ഉള്ളൂ, ശബ്ദഗുണം. വായുവിന് 2 ഗുണങ്ങളാണ്, ശബ്ദം സ്പർശം. അടുത്തതിന് ശബ്ദം സ്പർശം രൂപം. രൂപം എന്ന് വെച്ചാൽ അപ്പിയറൻസ്, ആകൃതി എന്നല്ല, അപ്പിയറൻസ്, കാണുമ്പോൾ ഉണ്ടാകുന്ന ഇംപ്രഷൻ, അതാണ്. ജലം ഒന്നുകൂടിയുണ്ട്, ശബ്ദ സ്പർശ രൂപം രസം. പൃഥ്വിഭൂതത്തിന് എല്ലാ ഗുണങ്ങളും ഉണ്ട്, ശബ്ദ സ്പർശ രൂപ രസഗന്ധം, ഇതെല്ലാം ഉള്ളതാണ് പൃഥ്വി. ഇത് ഈ വർഗത്തിന്റെ ആധിപത്യം അല്ലെങ്കിൽ സൂചന ഈ ഗ്രഹങ്ങളിൽ നിന്നാണ് കിട്ടും. ഇനി സൂര്യനും ചന്ദ്രനും 2 ഗ്രഹങ്ങളാണല്ലോ. ആത്മാവ് മനസ്സ് അതിനെയൊക്കെ ഈ ഭൗതികമായ വസ്തുക്കളിൽ പെടുത്താൻ പറ്റില്ല. പക്ഷെ ഭൗതികമായ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴോ ചന്ദ്രനെ ജലമയമായിട്ടും, ശുക്രനെ പോലെ, ശുക്രനുമായിട്ട് സധർമ്മിയാണ്. ഏതാണ്ട് പല സാമ്യങ്ങളുണ്ട് ചന്ദ്രനും ശുക്രനും തമ്മിൽ. അതുകൊണ്ട് ചന്ദ്രനെ കൊണ്ട് ഭൗതികമായ കാര്യങ്ങൾ ചിന്തിക്കണമെങ്കിൽ ജലത്തിനെ ചിന്തിക്കണം. അതുപോലെ സൂര്യനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ അഗ്നിഭൂതമായിട്ട് കരുതണം എന്നാണ് പറയുന്നത്. ചൊവ്വയെ പോലെ, ചൊവ്വയും സൂര്യനുമായിട്ട് ധാരാളം സാധർമ്യങ്ങളുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ നോക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ആണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ കാരകത്വങ്ങൾ ബന്ധപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇതാണ് അടിസ്ഥാനപരമായ ഒന്ന്. ഇത് മാത്രമല്ല, ഇനിയും കുറേ എണ്ണമുണ്ട്. ഇതിന് ഇന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഇന്ന ഗ്രഹം അതറിയണം, എന്നാലേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഗ്രഹനില നോക്കി കണ്ടുപിടിച്ചാൽ, ഇതിനകത്ത് നോക്കി ചൊവ്വ 7-ൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ശുക്രൻ 11-ൽ നിൽക്കുന്നു, വ്യാഴം 5-ൽ നിൽക്കുന്നു. നമ്മൾ അറിയാനുള്ളത് വ്യാഴം 5-ൽ നിൽക്കുന്നു. 5ന്റെ കാര്യം എന്താണെന്നറിയണം, വ്യാഴത്തിന്റെ കാരകത്വങ്ങളും അറിയണം. എന്നിട്ടാണത് ബന്ധപ്പെടുത്തി പറയേണ്ടത്. മാത്രമല്ല ഇനിയുണ്ട് കുറെ വിഷമം. ആരാണ് ഈ വ്യാഴം? ഈ ലഗ്നക്കാരന്. ഇതാണ് നമ്മുടെ എന്താണ് അടിസ്ഥാന ബിന്ദു. അതിന്റെ 2ാം ഭാവത്തിന്റെ അധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് വ്യാഴമാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. 2 കൊണ്ട് ധനം ചിന്തിക്കാം. ധന സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. ധനം എങ്ങനെയായിരിക്കും? 5-ൽ നിൽക്കുന്നു. 5 എന്നുള്ളത് മനസ്സിന്റെ സ്ഥാനമാണ്, ബുദ്ധിയുടെ സ്ഥാനമാണ്. അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ബുദ്ധിപരമായ കാര്യങ്ങൾ കൊണ്ട് ധനം നേടുന്നു എന്ന് പറയാലോ.
ഇയാളുടെ വാക്ക് എങ്ങനെ ഇരിക്കും? വാക്കിന്റെ സ്ഥാനമാണിത്. ഇത് വ്യാഴമാണ് അതിന്റെ അധിപൻ. അയാൾ 5ൽ നിൽക്കുന്നു. വളരെ അർത്ഥപുഷ്ടമായിട്ടുള്ളതായിരിക്കണം വാക്ക്. വ്യാഴത്തിന് തന്നെ അങ്ങനെ ഇതുണ്ട്. ബഹുമാന്യത, കേൾക്കാൻ നല്ല ഇതുണ്ടാവും. ശബ്ദഗുണത്തിന്റെ ആളാ, ആകാശഭൂതം. അപ്പോൾ കേട്ടാലേ നമുക്കൊരു വെറുപ്പ് തോന്നില്ല. വളരെ പക്വതയോടും അർത്ഥത്തോടും കൂടിയുള്ള വാക്കുകളായിരിക്കും. നല്ല വാഗ്മിയായിരിക്കും. ഇതൊക്കെ പറയാം. ഇനി ഒന്നുകൂടെ ഉണ്ട്. 11 എന്നുള്ളത് വരവിന്റെ സ്ഥാനമാണല്ലോ. അതിന്റെ അധിപനും വ്യാഴം തന്നെയാണ്. 2ഉം 11ഉം ഭാവപതി ഒരേ ഗ്രഹമാണ്. 5ൽ നിൽക്കുകയും ചെയ്യുന്നു. 2 എന്ന് വെച്ചാൽ ധനം, 11 വെച്ചാൽ വരവ്. ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇയാൾ ധാരാളം ധനം ഉണ്ടാക്കും. അല്ലെങ്കിൽ നാക്കുകൊണ്ട് പണം ഉണ്ടാക്കും. നക്കിയെടുക്കുമെന്നല്ല അർത്ഥം. നാക്കല്ല, വാക്ക്. അതാണ് ശരി. ഇനി നക്കുന്ന കാര്യം ഇവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ശുക്രനാണ് നിൽക്കുന്ന പറയുന്നത്. അങ്ങനെ ജലഭൂതമാണ്, നാവിന്റെ ആളാണ് ശുക്രൻ. വാക്കുകൊണ്ട് ധനം ഉണ്ടാക്കുന്ന വക്കീലാവാം, ഒരു പ്രാസംഗികനാവാം, ഒരു അധ്യാപകനാവാം. വാക്കുകൊണ്ടല്ലേ ധനം ഉണ്ടാക്കുന്നത്. അങ്ങനെ വാക്കും വിദ്യയും ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം സാധ്യതയുണ്ട്. ഇവിടെ ഒരു ബന്ധം കൂടിയുണ്ട്. അങ്ങനെ എന്തിനു വേണ്ടിയാണ് ഈ യാനം അങ്ങോട്ട് അയച്ചത്? ഇതിപ്പോ ഒരാളുടെ ജനനമല്ല, ഒരു യാനം അയച്ചതാ. കുറെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്, വിദ്യാപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് അയച്ചത്. ആ ബന്ധം കണ്ടോ? വിദ്യാപരമായ കാരണങ്ങളാൽ നേട്ടം ഉണ്ടാവും. 5ൽ തന്നെ നിൽക്കുന്നു, ഫലവത്താവും എന്നാണ് ആ സൂചന. ഇതിന്റെ പർപ്പസ് തന്നെ അതാണ്. ഇതാണ് ഇവരെ ആവർത്തിച്ച് പറയുന്നത്. ഒരു ജനനം മാത്രമല്ല, ഒരു ജാതകം അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഏത് കാര്യങ്ങളും ആരംഭിക്കുന്ന ഒരു ബിന്ദുണ്ട്. ഒരാളൊരു കാര്യം ചോദിക്കുന്നു, ഞാൻ ഈ വസ്തു വാങ്ങിക്കട്ടെ എന്ന് നിങ്ങളൊക്കെ ചോദിക്കുക. ഇതിന് പ്രശ്നം എന്നാണ് പറയുന്നത്. എന്തോ വലിയ ആനയാണ്, ഇതിൽ നിന്നൊക്കെ വ്യത്യാസമുണ്ടെന്നൊക്കെ പറയും. ഒരു വ്യത്യാസമില്ല, എല്ലാം ഒന്ന് തന്നെ. ജ്യോതിഷത്തിന്റെ ഒരൊറ്റ പ്രവർത്തനമേ ഉള്ളൂ. കുറെ ഭാവങ്ങളും, ഈ 12 ഭാവങ്ങളും, ഈ 7 ഗ്രഹങ്ങളും, അത് തമ്മിലുള്ള ബന്ധങ്ങളും ഇത് തന്നെയാണ് എല്ലാത്തിലും. ഒരു നല്ല സമയം നോക്കാനും അത് തന്നെ. 2 ജാതകങ്ങൾ, 2 പേർ തമ്മിൽ ഒരുമിച്ച് പോകുമോ, പൊരുത്തമുണ്ടോ നോക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. ജാതകം അനലൈസ് ചെയ്യുമ്പോഴും അത് തന്നെയാണ്. പ്രശ്നവും അത് തന്നെയാണ്. എല്ലാത്തിനും ഒരേ ഒരു അടിസ്ഥാനം, ഗ്രഹനില. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം ഇതെല്ലാം വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടൻസ് അങ്ങനെയാണ്. പരസ്പര ബന്ധമില്ലാതെ. അങ്ങനെ ബന്ധമില്ലാതെ പോയി. ഇടയ്ക്കെന്തോ സംഭവിച്ചു. ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്ത, ചിന്തിക്കാൻ പറ്റാത്ത ഒരു സെറ്റ് ആളുകളുടെ കയ്യിലേക്ക് ഇതങ്ങ് വീണു, ചൂഷകന്മാരുടെ കയ്യിലേക്ക്. അങ്ങനെ പോയപ്പോഴാണ് ഇതിന് വളർച്ചയില്ലാതെ വന്നത്, ഇതിലെ അശാസ്ത്രീയത കയറി വന്നതും ഇപ്പോഴത്തെ അവസ്ഥയിൽ അധപ്പതിച്ചതിൻ്റെയും കാരണം. അങ്ങനെ കാര്യമായിട്ട് ചിന്തിക്കുന്നവരെല്ലാവരും പറയുന്ന ഒരു സംഗതി, ഇത് വെറും ഒരു ആചാരം മാത്രമേ ഉള്ളൂ, അർത്ഥമില്ല. പറയാൻ കാരണം ഇതാ, അനാചാരങ്ങൾ അതിനകത്ത് കടന്നുകൂടി. ഇലയിട്ട് ആ കവന്ന് വീണാൽ ഒരു ഫലം, മലന്ന് വീണാൽ ഒരു ഫലം എന്ന് നോക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടല്ലോ. ഈ ചോദ്യം വരുമോ എന്ന് നോക്കാം. തുളസി ഇല എറിഞ്ഞു നോക്കുക, കവന്ന് വീണു, വരില്ല എന്ന് പറഞ്ഞ ആ ചോദ്യം പഠിക്കാതെ പോകുന്ന കുട്ടികളെ പോലെ തന്നെയുള്ള തരത്തിൽ ആയിത്തീർന്നിരിക്കുന്നു. നോക്കണം, പഞ്ചാംഗത്തിന്റെ അവസാനം എത്ര ചക്രങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കണം. ഹനുമാന് ചക്രം, സുഗ്രീവന് ചക്രം, സുബ്രഹ്മണ്യ ചക്രം, കുറെ എണ്ണമുണ്ട്. പടങ്ങളും കൊടുത്തിട്ട് എല്ലാം രാവിലെ എഴുന്നേറ്റിട്ട് ഒരു വെളുത്ത പുഷ്പവും വെച്ചുകൊണ്ട് കുളിച്ചു വന്നിട്ട് ഏതെങ്കിലും ഒന്നി തൊടുക. തൊട്ടത് 1 ആണെങ്കിൽ ഇന്ന ഫലം, 3 ആണെങ്കിൽ ഇന്ന ഫലം, ഇങ്ങനെ പറഞ്ഞ് എഴുതിന് കുറെ എണ്ണമുണ്ട്. ഇതൊക്കെ വെറും എന്താണ്, ഒരാചാരം എന്നുള്ളതല്ലാതെ അതിനപ്പുറം യാതൊന്നുമില്ല. അതും ജ്യോതിഷമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ പഞ്ചാംഗത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ജ്യോതിഷ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതാണല്ലോ പോയത്. എന്താണ് ജ്യോതിഷം എന്നറിഞ്ഞിട്ടില്ല. അതിന്റെ ദോഷഫലമാണ് പഞ്ചാംഗങ്ങൾ ഇങ്ങനെ അടിച്ചുവിടുന്നത്. ഗൗളിശാസ്ത്രവും ജ്യോതിഷം തന്നെ, നിമിത്തം പറയണതും ജ്യോതിഷം തന്നെ. ഇതൊന്നും ജ്യോതിഷമല്ല, ജ്യോതിഷത്തിലില്ല. ജ്യോതിഷം ഇതല്ല, ജ്യോതിഷുകളെ സംബന്ധിക്കുന്നതാണ്. ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങൾ മാത്രമാണ് ജ്യോതിഷം. അല്ലാത്തതൊന്നും ജ്യോതിഷം എന്നുള്ളതിനകത്ത് ഉൾപ്പെടില്ല. മറ്റു പലതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും പ്രവചനത്തിന്, അത് ജ്യോതിഷം കൊണ്ടല്ല. അവിടെയാണ് തെറ്റ്. നിമിത്തങ്ങൾ ഉപയോഗിക്കും,
നിമിത്തങ്ങൾ മറ്റൊരു ചിന്താരീതിയാണ്, മറ്റൊരു വിജ്ഞാന ശാഖയാണ്. തെറ്റോ ശരിയോ എന്നുള്ള കാര്യം അങ്ങ് പോട്ടെ, അത് ഇതുമായിട്ട് ബന്ധമുള്ളതല്ല. പിന്നെ എന്നാ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഉണ്ട്. അതിനിപ്പോൾ എന്ത് ചെയ്യാനൊക്കെ? ജ്യോതിഷം മാത്രമല്ല പലരും ഉപയോഗിക്കുന്നു, അല്ലാത്തതും ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അത് ജ്യോതിഷമായിട്ട് എടുക്കരുത്. ജ്യോതിഷം എന്ന് വെച്ചാൽ ശുദ്ധമായിട്ട് ഇത് തന്നെയാണ്. അത് കറക്റ്റായിട്ട് വരുന്ന ഈ കാര്യം തന്നെ. ഈ ലഗ്നത്തിൽ ഇതിന്റെ പർപ്പസ് വരെ അടങ്ങിയിരിക്കുന്നു എന്ന് നോക്കിക്കോളൂ. ഇതിന്റെ പർപ്പസ് ഇതാണ്, വിജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് അയക്കുന്നത്. അതിനൊപ്പം അതിന്റെ അധിപൻ ഉച്ചനായിട്ട് നിൽക്കുന്നു. ഇതൊരു യാത്രയെ സംബന്ധിക്കുന്നതാണ്. അത് അനുകൂലമാവാനുള്ള യാത്രയുടെ ഗ്രഹമാണ് ശുക്രൻ, 11ൽ തന്നെ നിൽക്കുന്നു. ഇങ്ങനെ കുറെ ബന്ധങ്ങൾ ഇവിടെയുണ്ട്. ഇതിനകത്ത് ശരിക്കും നോക്കുകയാണെങ്കിൽ ഇത് എന്തിനെ സംബന്ധിക്കുന്നത് എന്ന് പോലും ഇതിനകത്ത് കാണും. ഏതൊരു ഇതിനകത്തും ഇത് തന്നെയാണ് നമ്മൾ ഇത് വെച്ചിട്ടാ ഫലം പറയുന്നത്. ഇതിനല്ല, എപ്പോൾ എടുക്കുകയാണെങ്കിലും നിങ്ങളോടൊരാൾ വന്നൊരു കാര്യം ചോദിക്കുന്നു, ഇനി നോക്കിക്കൊള്ളണം, ആ സമയത്തെ ഗ്രഹനില ഒന്ന് കണ്ടു നോക്കണം, ആ കാര്യം അതിനകത്ത് ഉണ്ട്. ഇത് എപ്പോഴും അനുഭവത്തിൽ കാണുന്ന കാര്യമാണ്. എപ്പോഴും എല്ലാത്തിനും എക്സെപ്ഷനേ ഇല്ല, 100% ഇതിനകത്ത് കാണും. അതുകൊണ്ടാണ് ജ്യോതിഷം നിലനിൽക്കുന്നത് വിവരമുള്ളവരുടെ മനസ്സിനകത്ത്. അല്ലാത്തവരുടെ മനസ്സിനകത്ത് ഇതുകൊണ്ടല്ല നിലനിൽക്കുന്നത്. എന്തോ അത്ഭുതം എന്നുള്ള മട്ടിലാണ്. ഒരത്ഭുതമില്ല, ഒരു സിദ്ധി ഇതിനകത്തില്ല, യാതൊരു സിദ്ധിയില്ല. ഒരാളുടെയും സേവിച്ചിട്ടല്ല നമുക്കിത് കിട്ടുന്നത്. ഇതിന്റെ എന്താണിത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ്. അതിനുള്ള അടിസ്ഥാനം നമുക്കുണ്ട്. ഈ രാശി സങ്കല്പം തന്നെയാണ് അത്. ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്ന ദിശ അത് എന്തുകൊണ്ടാണ് എന്ന് ആധുനിക രീതിയിൽ നമുക്കിപ്പോൾ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, മുഴുവൻ അറിയില്ല. അപ്പൊ ചിലതൊക്കെ അടിസ്ഥാന സങ്കല്പങ്ങളായിട്ട് എടുക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞത് എന്തുകൊണ്ട് ഈ ചൊവ്വയ്ക്ക് അഗ്നിഭൂതം കൊടുത്തു എന്ന് ചോദിച്ചാൽ അറിയില്ല. വ്യാഴം എന്തുകൊണ്ട് ആകാശഭൂതമായി, അതും അറിയില്ല. പക്ഷെ അതിൽ നിന്നാണ് ഇത് ബിൽഡപ്പ് ചെയ്ത് വരുന്നത്. അതേപോലെ ഈ ഗ്രഹങ്ങളുടെ കാരകത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഇതും പലർക്കും അജ്ഞാതമാണ്. നമ്മുടെ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ അതിനെന്തോ പ്രാധാന്യം കൊടുത്ത് കാണുന്നില്ല. ഈ ഒരു ക്രമമുണ്ട്, ഇതിന് പറയണത് നിസർഗദശ എന്നാണ്. ഏതൊരാളും ജനിച്ചാൽ ഉടനെ അയാളുടെ കാലം ചന്ദ്രദശ എന്നാണ് പറയുന്നത്. നിസർഗദശ എല്ലാവർക്കും ആദ്യത്തെ 1 വയസ്സ്. ചന്ദ്രന്റെ കാരകത്വങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1 വയസ്സായ ഒരാളുടെ യാതൊരു അഴുക്കുമില്ലാത്ത ഒരെണ്ണമാണ്, വലിയ ഇതൊന്നുമില്ല, നിർമ്മലത, അതല്ലേ അയാളുടെ നൈർമല്യം, അതാണ് ചന്ദ്രൻ. ചന്ദ്രന്റെ ഇതാണ് എല്ലാം അമ്മയെ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഇയാൾക്കെല്ലാം അങ്ങനെയുള്ള ഇതാണ്. പ്രാപ്തി വന്നിട്ടില്ല. അങ്ങനെയുള്ള ശുദ്ധമായ ഒരവസ്ഥയാണ് ചന്ദ്രൻ സൂചിപ്പിക്കുക. തൊട്ടടുത്ത് വരുന്നത് ചൊവ്വയാണ്, അടുത്ത 2 വർഷം. അപ്പോൾ 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെ. ഇപ്പോഴാണ് കുട്ടി ചുറ്റുപാടുമായിട്ടൊക്കെ ഒന്ന് കണ്ടും കേട്ടും ഒക്കെ ആയി ഓരോന്ന് കാണും, ഓരോന്ന്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ തോന്നും, അതൊന്ന് പിടിക്കാൻ തോന്നും, ഇങ്ങനെയൊക്കെ. ആ ഇമ്പൾസ് കൊണ്ടാണ് വരുന്നത്. ഹനുമാൻ എടുത്ത് ചാടിയതുപോലെ സൂര്യനെ പിടിക്കണം, ഒരു പഴം അവിടെ ഉണ്ട് അതിനെ പിടിക്കണം എന്നും പറഞ്ഞു അവിടെ ചാടി. ഹനുമാൻ പണ്ടൊരു ചാട്ടം ചാടിയാണ്. 2ാമത്തെ ചാട്ടമാണ് ലങ്കയിലേക്ക്. ആദ്യം അമ്മയുടെ മടി കിടന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. രാവിലെ ഇങ്ങനെ ഇടുന്നോണ്ടിരിക്കുമ്പോൾ രാക്ഷസിയാണോ? രാക്ഷസിയല്ല. അഞ്ജന. അപ്പൊ അഞ്ജനയുടെ മടിയിൽ ഇങ്ങനെ കിടന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചുവന്നൊരു സാധനം ഉദിച്ചു വരുന്നു. അങ്ങനെ ഉദിച്ചു വരുമ്പോൾ ഒരു പഴമാണെന്ന് വിചാരിച്ചു. അതെനിക്ക് വേണം. അയ്യോ, അത് പഴമല്ല, അവിടെ പോയാൽ ഭയങ്കര അഗ്നിഗോളമാണ്, എല്ലാം എനിക്കത് വേണമെന്ന് പറഞ്ഞല്ല ഒരു ചാട്ടവും കൊടുത്തു. അതാണ് ചൊവ്വ. റാഷ്നസ്, അഡ്വഞ്ചർ. അതൊന്ന് കണ്ടപ്പോൾ എനിക്കത് വേണം, ഇത്രയേ ഉള്ളൂ. നമുക്കത് എടുക്കാമോ, അത് ചെയ്യാവുന്ന കാര്യമാണോ, അങ്ങനെ ആലോചിക്കാനുള്ള ആ പക്വത വന്നിട്ടില്ല. ഇമ്പൾസ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഇതൊക്കെയാണ് ചൊവ്വയുടെ കാരകത്വങ്ങൾ. ആ കാരകത്വങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഈ കാലത്താണ് അത് ഏറ്റവും കൂടുതൽ വരിക. അത് അങ്ങനെ കുറെ എല്ലാവരും നടക്കുന്നു, എനിക്കും നടക്കാൻ നോക്കും, താഴെ വീഴും. അതുകൊണ്ടാണ് ഇയാൾക്ക് ഇത് വരുന്നത്. ആ അനുകരണം അതിൻ്റെ ഒരു കാലമാണത്. ഒരാൾക്കൊരെണ്ണം കണ്ടാൽ എനിക്കും വേണം, ആ ടെൻഡൻസി. സ്വാർത്ഥതയല്ല, നിസ്വാർത്ഥത, തുറന്ന മനസ്ഥിതി.
ആരോട് എന്തു പറയാന്നില്ല, ആരോടും എന്തും പറയും. ഇങ്ങനെയുള്ളത് ഒരു സത്യം എല്ലാം തുറന്നിങ്ങനെ പറഞ്ഞു നടക്കുകയാണ് എല്ലാവരും. വേണമെങ്കിൽ പറയണം എന്നല്ലേ ഉള്ളൂ. ഇതങ്ങനെയല്ല, എല്ലാ സത്യവും തുറന്ന് വിളിച്ച് പാടിക്കൊണ്ട് നടക്കും. അങ്ങനെയാ, തുറന്ന ഇതാണ്. ഇതെല്ലാം ചൊവ്വയുടെ കാരകത്വങ്ങളിൽ പെടുന്നതാണ്. ബുധൻ അടുത്ത സ്റ്റേജാണ്. ഇത് വിദ്യാഭ്യാസ കാലമാണ്. 3 മുതൽ 9 വർഷം, 12 വയസ്സ് വരെയുള്ള കാലം ഏറ്റവും ജിജ്ഞാസ കൂടുതലുള്ള കാലമാണ്. കാണുന്നതിനെപ്പറ്റി എല്ലാം അറിയാൻ ഉള്ള ആഗ്രഹം, അത് ആശയവിനിമയത്തിന്റെ കമ്മ്യൂണിക്കേഷൻ പ്ലാനറ്റാണ് ബുധൻ. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുന്ന സമയം ഈ 3 തൊട്ട് 12 വയസ്സ് വരെയുള്ള കാലമാണ്. വീണ്ടും പക്വത വന്നു, യുവത്വം വന്നു. ആ കാലമാണ് അടുത്ത 20 വർഷം ശുക്രന്റെ കാലമാണ്. ശുക്രൻ ഭോഗങ്ങളുടെ കാരകനാണ്. ഈ പ്രായത്തിലാണ് എല്ലാം ആസ്വദിക്കണം എന്നുള്ള തോന്നുന്നത്. യുവത്വം ആ പീരീഡും കഴിഞ്ഞാൽ ഇപ്പൊ 32 വയസ്സാവും. 32 തൊട്ട് 50 വരെയുള്ള 18 വർഷക്കാലം വ്യാഴത്തിന്റെ നിസർഗ ദശാകാലമാണ്. അത് പക്വത വന്നു, നല്ല പരിചയമുണ്ട്, ധൈര്യമുണ്ട്, കഴിവും ഉണ്ട്. ആ കാലമാണ് വ്യാഴത്തിന്റെ. 50 വയസ്സിൽ 50 തൊട്ട് 70 വരെ അധികാരം ധാരാളമുണ്ട്. പക്ഷെ മുഴുവൻ ചെയ്യണമെന്നില്ല, ചെയ്യിപ്പിക്കുക എന്നുള്ള കാലമാണ്. സൂര്യൻ ആണ് അതിന്റെ കാരകൻ. 50 വയസ്സ് തൊട്ട് 70 വയസ്സ് വരെ. 70 തൊട്ട് 120 വയസ്സ് വരെ ആണ് ശനിയുടെ നിസർഗദശ. 70 കഴിഞ്ഞാൽ പിന്നെ ശനിയാ. ശനി കംപ്ലീഷൻ, അതിന്റെ ആളാ. തീർന്നു. ജീവിതത്തിന്റെ അവസാനത്തിന്റെ ഇതാണ്. നമുക്ക് തോന്നും ഇത് കൊല്ലുന്നയാളല്ലേ ശനി, അതുകൊണ്ട് കൊള്ളൂല്ലല്ലോ എന്ന് പറയും. ശിവൻ അങ്ങനെയാണല്ലോ, സംഹാരത്തിന്റെ ആളല്ലേ. എന്നിട്ട് പിന്നെ എന്താ ശിവനെ ആരാധിക്കണത്? സംഹരിക്കാതിരിക്കാനാന്ന് പറയും. സംഹാരം എന്ന് വെച്ചാൽ അതാണ്, നമ്മളുടെ ദൗത്യം കംപ്ലീറ്റ് ചെയ്യുക, അതാണ് ശനി. മോക്ഷം എന്ന് വെച്ചാൽ എൻഡ്, ആ മിഷൻ അവസാനിക്കുന്നു. അത് ആ തൃപ്തിയുടെ ഇതാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ശനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ പറയണേ, ശനി പറയണ അതിൽ തന്നെ ഉണ്ടൊരു വെറുപ്പ്. ഈ വാക്ക് ആരും ഉപയോഗിക്കില്ല. അതേമാതിരി ശുക്രൻ എന്നാരും പറയാറില്ലല്ലോ, ശനി എന്നല്ലേ പറയുള്ളൂ. ആ ശനി എന്ന് വെച്ചാൽ അങ്ങനെ വെറുക്കപ്പെടേണ്ടതാണ്. യെസ്, അതാണ് ശനി. വെറുപ്പിന്റെ കാരകനും കൂടിയാണ്. എന്തിനെ വെറുക്കുന്നു? എല്ലാം തീർന്നു. എന്തിനെ പറ്റിയെങ്കിലും നമുക്കൊരു ഇഷ്ടമുണ്ട്, പൊസസ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. ആഗ്രഹം ഇല്ലാതെയാവുന്ന ഇതാണ് ശനി. അനാസക്തി അതിൻ്റെ ആളാണ്. അതാണ് മോക്ഷകാരകൻ എന്ന് പറയുന്നത്. ഈ മോക്ഷമില്ലായ്മ, ബദ്ധത, ഈ കാണുന്നതെല്ലാം നമുക്ക് വേണം, ഇവിടെ എനിക്ക് വേണം, ഞാൻ എൻ്റെ എന്നുള്ള ഇത് അങ്ങ് മാറി ഉയർന്ന തലത്തിലേക്ക് പോകുന്നതിൻ്റെ ഗ്രഹം ആണ് ശനി. അങ്ങനെ അങ്ങേയറ്റം ശ്രേഷ്ഠത പറയുന്ന ഗ്രഹം കൂടിയാണ് ശനി. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു വർഗീകരണമുണ്ട് ഗ്രഹങ്ങളെ. കുറെ എണ്ണം ശുഭന്മാരാണ്, കുറെ എണ്ണം പാപന്മാരാണ്. അതിൽ പാപന്മാരെന്ന് പറയുന്നതെല്ലാം കൊള്ളരുതാത്തവന്മാരാണ്, കണ്ടാ ഓടേണ്ടവരാണ് എന്നൊരു തോന്നലുണ്ടാവും. ഈ വാക്കിന്റെ കുഴപ്പമാണ്. 2 കാറ്റഗറി ആയിട്ട് പറഞ്ഞു. അതിൽ ഇവരെല്ലാം വേണം, ഇവരെല്ലാം വേണ്ട വിധത്തിൽ നിൽക്കുകയാണെങ്കിൽ എല്ലാം നല്ല ഫലമേ തരുള്ളൂ. ശനി ദുഃഖത്തിന്റെ കാരകനാന്ന് പറയും. പക്ഷേ ശനി ബലവാനാണെങ്കിലോ ദുഃഖമില്ലായ്മയാണ് ഫലം. ശനിക്ക് ബലം കുറയും തോറും ദുഃഖം കൂടും, ദുഃഖിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അനാസക്തിയുടെ വ്യത്യാസമില്ലായ്മയുടെ അതാണ് ആ ഭാവത്തിലേക്ക് എത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നതെന്നാണ് വിദ്വാന്മാർ പറയുന്നത്. നമുക്ക് സാക്ഷാത്കാരം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമുക്കറിയില്ലല്ലോ. ഇങ്ങനെയാണ് പറയുന്നത്. കാണുന്നതെല്ലാം ഒരേപോലെ കാണാൻ കഴിയണം. അങ്ങനെയുള്ള ഒരു ചിന്താഗതി എന്ന് വരുന്നോ അന്ന് ഭേദചിന്ത എന്ന് അവസാനിക്കുന്നോ അന്ന് മാത്രമേ ഈശ്വരൻ എന്താണെന്ന് മനസ്സിലാവുള്ളൂ എന്നാണ് അഭിജ്ഞന്മാരുടെ വാക്ക്. അതിന്റെ ഗ്രഹമാണ് ഈ ശനി. ബലം ഉണ്ടാവണമെങ്കിൽ, ഉച്ചനാവണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം. അത് ഒരു ബലം മാത്രമേ ഉള്ളൂ, അനവധി ബലമുണ്ട്. 7ൽ ദിഗ്ബലം എന്നൊരു ബലമുണ്ട്. അപ്പോൾ
മേടലഗ്നക്കാരന് ശനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ 2 ബലമായി, ഉച്ചവും ദിഗ്ബലവും അല്ലേ? ഇങ്ങനെ പിന്നെ ശുഭബന്ധം വരണം ശുഭഗ്രഹങ്ങളുടെ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഫലം തരും. ദിഗ്ബലം ഉണ്ടെങ്കിൽ ഉള്ള ഗ്രഹത്തിന്റെ കാലങ്ങളിൽ അതിന്റെ ഫലം അനുഭവിക്കുന്ന ഒരു കാലമുണ്ട്. അല്ലാതെ ജനിച്ച മുതൽ മരിക്കുന്നവരെ ഒരേ മാതിരി ഇരിക്കില്ല. ചില കാലത്തെ കിട്ടുള്ളൂ. കിട്ടുന്ന കാലത്ത് പുതിയ മാർഗത്തിൽ സഞ്ചരിക്കും എന്നാണ് പറയുന്നത്. പുതിയൊരു മാർഗത്തിൽ. ഞാൻ അങ്ങനെ മാർഗത്തിൽ സഞ്ചരിച്ച ഒരാളാണ്. അതെ. 50 to 70 സൂര്യൻ. നമ്മൾ ഇതിലേക്ക് പിന്നീട് വരും കേട്ടോ. ദശയെന്നാണ് പറയണത് ഇത്തരം കാലങ്ങളെ പറ്റി. ഇപ്പൊ തൽക്കാലം കാരകത്വങ്ങളെ പറ്റി പറഞ്ഞു പോകുന്ന കൂട്ടത്തിലാണ്. ഈ ദശ നമ്മളിപ്പോ സാധാരണ പറയുന്ന ദശയല്ല ഈ പറഞ്ഞത്. ഇതിന് പറയുന്നത് ഒരു പ്രത്യേക തരം ദശയാണ്, നിസർഗദശ. എല്ലാവർക്കും ഒന്ന് തന്നെ, മറ്റതങ്ങനെയല്ല. അനവധി തരം ദശകളുണ്ട്. ദശകളെ പറ്റി നമ്മൾ പിന്നീട് വരും. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഇത് ഈ കാരകത്വങ്ങളായിട്ട് വളരെ ബന്ധപ്പെട്ടതായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് ഈ നിസർഗദശ ഒരു പക്ഷേ ഇതിന് അടിസ്ഥാനമായിരിക്കും നമ്മൾ ഊഹിച്ചെടുക്കുന്നത്. ഈ ഒരു തരത്തിൽ കാരകത്വങ്ങളെ ചിന്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അവരത് നോക്കിയിട്ടേ ഇല്ല. ദശയുടെ കൂടെ ഇങ്ങനൊരു നിസർഗദശ എന്ന് ചുമ്മാ പറയും. ചുമ്മാ പറയുന്നതല്ല അത് ഇതാണ് കാരണം. അതാത് ആ വയസ്സ് കാലത്ത് ആ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങളുടെ അനുഭവമായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അങ്ങനെ അതാണ് അതിന്റെ പ്രാധാന്യം. അതെ. അപ്പോ ശനിയുടെ കാരകത്വങ്ങളായിരിക്കും നമ്മൾ ചിന്തിക്കുക. അത്തരം കാര്യങ്ങൾ വേണം. 70 വയസ്സോടെ ജീവിച്ചിരിക്കാമല്ലോ. പോയി, അതെല്ലാം പോയി. അതല്ല, ഇത് എല്ലാവരും അനുഭവിക്കണം നിർബന്ധമില്ല. ഇത്തരം കാലങ്ങളെ എല്ലാവരും ജീവിക്കുന്നതായിരിക്കണ്ട. അപ്പൊ ശനിയുടെ ദശ ഇങ്ങർക്ക് വന്നില്ല. ആ, എല്ലാവർക്കും ഉണ്ട്. അതെ അതെ. ശനി മാത്രം ഞാൻ പറഞ്ഞില്ല. അതാണ്, ശനി മാത്രം എന്ന് പറഞ്ഞില്ല. നോർമലായിട്ടുള്ള ഒരാൾക്ക് നമ്മൾക്ക് വിചാരിക്കാവുന്ന, ഒരുപക്ഷെ അങ്ങേർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ ശനിയുടെ പക്വതയെല്ലാം കിട്ടിക്കാണും. നല്ല സ്ഥലത്ത് ബലം ഉണ്ടാകുന്നതും ശുഭബന്ധം ഉണ്ടാവണം, ഭാവബന്ധം ഉണ്ടാവാത്ത അവസ്ഥയാണെങ്കിൽ. അത് ഇനി വേറെ തരത്തിലും ശനിയുടെ ഗുണങ്ങൾ കിട്ടാൻ മാർഗമുണ്ട്. ദശ കൊണ്ട് മാത്രമല്ല, അല്ലാത്ത തരത്തിലും. അപ്പൊ അത് നേരത്തെ കിട്ടാൻ ചിലർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ആ ഗ്രഹങ്ങള് ചില സ്ഥാനങ്ങളിൽ കൂടി സഞ്ചരിക്കും. ഗ്രഹങ്ങളവിടെ സ്റ്റാറ്റിക് അല്ല. അങ്ങനെ സഞ്ചാരത്തിനിടയ്ക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടാവും ചിലർക്ക്. എന്താണ്, അനുഗ്രഹീതർ നമ്മൾ പറയുന്ന ആൾക്ക് ബുദ്ധന് വെളിപാടുണ്ടായതുപോലെ ശങ്കരാചാര്യർക്ക് നേരത്തെ കിട്ടിക്കാണും. ചെറുപ്പത്തിലെ തന്നെ അത് മുഴുവൻ കൂടെ ഗ്രഹിച്ചു കാണും. അങ്ങനെയുണ്ട്. ചെറുപ്പത്തിൽ മരിക്കുന്ന അനവധി ആളുകളുണ്ട്. വലിയ ചിന്തകന്മാര് പലരും ചെറുപ്പത്തിൽ മരിച്ചവരുണ്ട്. ക്രൈസ്റ്റ്, ബുദ്ധൻ, വിവേകാനന്ദ സ്വാമി, മോസ്ലി, ഒരുപാട് പേരുണ്ട് ഇങ്ങനെ. ചങ്ങമ്പുഴ പക്ഷെ മരിച്ചത് അങ്ങനെ പറയാം. അതാണല്ലോ, അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് വേണ്ടത്. തീർച്ചയായിട്ടും വേണ്ടതാ. പ്രശ്നം വയ്ക്കുന്ന സമയത്തല്ല, ചോദിക്കുന്ന സമയത്ത്. ഇവിടെ നടക്കുന്നതൊന്നുമല്ല.